ഹലോ ഗൈസ്, യാതൊരു പരീക്ഷയുമില്ലാതെ റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലേക്ക് 40ഓളം വേക്കൻസിയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനും കൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ ഇതുപോലുള്ള കൂടുതൽ റെയിൽവേയുടെ അപ്ഡേറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. സോ നമുക്കിവിടെ കാണാൻ സാധിക്കും റെയിൽടെല്ലിലേക്ക് അപ്രന്റീസ്ഷിപ്പ് വേക്കൻസീസ് ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അതായത് ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ എഞ്ചിനീയേഴ്സിനാണ് ഇപ്പോൾ ഈ ഒരു വേക്കൻസീസ് വിളിച്ചിട്ടുള്ളത്. ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കാണ് ഈ ഒരു പോസ്റ്റ് ഉള്ളത്. സ്റ്റേറ്റ് ഓർ ലൊക്കേഷൻ ഓഫ് ജോബ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് സദേൺ റീജിയണിൽ കേരളവും ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് എറണാകുളം ജില്ലയിൽ ഈ ഒരു വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. സോ 32ഓളം ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സിനുള്ള വേക്കൻസിയും അതുപോലെ തന്നെ 8 ഡിപ്ലോമ എഞ്ചിനീയേഴ്സിനുമാണ് ഇപ്പോൾ ഈ ഒരു വേക്കൻസി വിളിച്ചിട്ടുള്ളത്. ഒരു വർഷത്തെ ഡ്യൂറേഷൻ ആണ് ട്രെയിനിങ് പീരീഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സ്റ്റൈഫൻഡ് ആയിട്ട് 14,000 രൂപയാണ് ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സിനും അതുപോലെ തന്നെ ഡിപ്ലോമ എഞ്ചിനീയേഴ്സിന് 12,000 രൂപയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പോസ്റ്റ് പറയുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സിന് 4 ഇയേഴ്സ് ഫുൾ ടൈം ഗ്രാജുവേഷൻ ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ആണ്. അതുപോലെ തന്നെ ഡിപ്ലോമ എഞ്ചിനീയേഴ്സിന് 3 ഇയേഴ്സ് ഫുൾ ടൈം ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ആണ് പറഞ്ഞിരിക്കുന്നത്. അതും മിനിമം 60% മാർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രാഞ്ചസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലി കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, IT, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഇതുകൂടാതെ കോമ്പിനേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് പഠിച്ചവർക്കും ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ SC, ST, OBC കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ അപ്രന്റീസ്ഷിപ്പ് നേരത്തെ ചെയ്തിട്ടുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. സോ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 27/8/2026 വരെയാണ്. അതുപോലെ തന്നെ യാതൊരു പരീക്ഷയും കൂടാതെ ഗ്രാജുവേഷനിലെ മാർക്ക് അടിസ്ഥാനത്തിനെ ബേസ് ചെയ്തായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്കുള്ള സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF-ന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ല്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.